ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു MBA സീരീസ് സ്റ്റാർട്ട് ചെയ്യാവുന്നൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് പാണ്ഡ വ്ളോഗ്സ്, പുള്ളിക്കാരിയുടെ അഡ്വക്കേറ്റ് അഞ്ജലി അനിൽകുമാർ, പുള്ളിക്കാരിയുടെ വ്ളോഗിൽ പുള്ളിക്കാരി LLB എക്സാമിനെ കുറിച്ചും കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളല്ല, പക്ഷെ ആർക്കെങ്കിലും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. MBA എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കോഴ്സ്. അതെല്ലാവർക്കും അറിയാം, ചേരാൻ പോകുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നിങ്ങളൊരു മാനേജർ എന്താക്കുന്നു, അല്ലെങ്കിൽ ആരാണ് ഒരു മാനേജർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നൊരു കോഴ്സാണ് MBA എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജേർണിയിൽ ഞാൻ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും, ഞാനിപ്പം മാനേജ്മെൻറ്റ് ഫെസ്റ്റിന് പോയപ്പോൾ ഫൈനലി സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്നെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്കാരും ചോദിക്കുന്നത് എന്നോട് ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രശ്നമല്ല കേട്ടോ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ MBA ആഫ്റ്റർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ബിക്കോസ് നോർമലി എൻജിനീയറിങ്ങിന് ശേഷം BComന് ശേഷം BBAക്ക് ശേഷം ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്. അതല്ലാത്ത കോഴ്സ് പഠിച്ചവരും എന്ത് ചെയ്യാറുണ്ട്, MBA പഠിക്കാൻ വരാറുണ്ട്. എന്നെ പഠിപ്പിച്ച സാറ് പോലും ഹോമിയോ മെഡിസിൻ ഡോക്ടർ, പുള്ളി PG ചെയ്തേക്കുന്നത് MBAയിലാണ്. അപ്പോൾ അതൊരിക്കലും ഒരു മാനദണ്ഡമാകുന്നില്ല. മെയിൻലി നിങ്ങൾക്ക് MBA പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 50% ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് എലിജിബിൾ ആണ് ടു ഡു ആൻ MBA കോഴ്സ് ഇൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ പ്രാപ്തരാണ്. പക്ഷേ വേറെയും യൂണിവേഴ്സിറ്റി KTU ഉണ്ട്. എനിക്കങ്ങനെ ആ യൂണിവേഴ്സിറ്റി ലെവലിൽ എനിക്ക് KTUവിനെ കുറിച്ച് മാത്രമേ അറിയൂ. കാരണം KTU, കേരള യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരത്തെ കുറേ കോളേജസ് KTU ആണ്. അപ്പം യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ വരുന്ന കുറേ കോളേജസ് ഉണ്ട്. പിന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അവരൊക്കെ MBA പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് വിടുക. കോളേജ് ഏത് യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം അതൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾ കോളേജും നോക്കി, നിങ്ങൾ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആണ് അതെല്ലാം നോക്കിയതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ചോയ്സ്. ബൈ NAAC അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും നിങ്ങൾ ആ സർട്ടിഫിക്കറ്റിന് ഭയങ്കര വാല്യൂ ഉണ്ട്. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വ്യക്തിയാണെങ്കിൽ എന്തൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ എവിടെ നിന്ന് പറഞ്ഞാലും കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഒരിക്കലും കുറയില്ല. ഇത്രയും വർഷം പഴക്കമുള്ള, എനിക്ക് 125 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സർവകലാശാലയാണ്. അപ്പോൾ അതിൻ്റേതായ വില ആ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റിനുണ്ടാവും. ആ സർവകലാശാല നിങ്ങൾക്ക് തരുന്ന എഡ്യൂക്കേഷൻ ഉണ്ടാവും. അത് നിങ്ങളുടെ ക്വാളിറ്റിയിലും നിങ്ങൾ കാണിക്കും. സെക്കൻഡ്ലി, ഏത് ഗ്രാജുവേഷൻ പഠിച്ച വ്യക്തിക്കും ഉള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ MBAക്ക് അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും, കേരളത്തിൽ MBA നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ KMAT എന്ന് പറഞ്ഞ എക്സാമിന് മിനിമം പാസ് മാർക്ക് നേടിയിരിക്കണം. അതായത് എലിജിബിലിറ്റി സ്കോറ് KMATൻ്റെത് നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MBAക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതില്ലാതെ ഓഫർ ചെയ്യുന്ന കോളേജുകളുണ്ട്. അതിന് അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്. ബിക്കോസ് കോവിഡിന് ശേഷം രണ്ട് പ്രാവശ്യമാണെന്ന് തോന്നുന്നു, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. കോവിഡിന് ശേഷം കോടതിയുടെ ഉത്തരവ് പ്രകാരം KMAT ഇല്ലാതെ അഡ്മിഷൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കോളേജസിന് ഡയറക്റ്റ് പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. കോളേജ് ബേസ് ചെയ്ത് അങ്ങനെ നടക്കാറുണ്ട്. അത് നിങ്ങൾ കോളേജുമായിട്ട് സംസാരിക്കുക. പക്ഷേ KMAT എന്ന് പറയുന്ന ഒരു മിനിമം എലിജിബിലിറ്റിയാണ്. നിങ്ങളുടെ 50% ഗ്രാജുവേഷൻ മാർക്കും KMAT എക്സാമിൽ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാർക്ക് മീറ്റ് ചെയ്യുക എന്നുള്ളത്. 720 KMATൻ്റെ എക്സാം നടത്തുന്നത്. ഇതിൽ 72 മാർക്ക്, അതായത് 10% മാർക്ക് സ്കോർ ചെയ്താൽ യു ഗൈസ് ആർ എലിജിബിൾ ടു സ്റ്റഡി MBA ഇൻ കേരള.
അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതായത് 72 മാർക്കിൽ കൂടുതൽ KMATൽ നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കണം, 50% മാർക്ക് ഗ്രാജുവേഷനിലും ഉണ്ടായിരിക്കണം. ഇത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജിലാണ്. സോ ഞാൻ ആ കോളേജ് എയിം ചെയ്ത് മാത്രമേ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്തിട്ടുള്ളൂ. അഡ്മിഷൻ വെച്ചപ്പോഴും ഞാൻ ആ കോളേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് അവിടെ തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ ബാക്കി വേറെ കോളേജസിലോട്ട് ഞാൻ കൊടുക്കുകയോ ഗവൺമെൻറ് കോളേജിലോട്ട് പോവുകയോ ഒന്നും ചെയ്യില്ല. എനിക്ക് വേറെ തൊട്ടടുത്ത കോളേജിൽ MBA അഡ്മിഷൻ ഉള്ളപ്പോൾ ഞാൻ വേറെ ഒരുപാട് ദൂരേക്ക് പോകുമ്പോൾ എനിക്ക് സാമ്പത്തികമായി വളരെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ടാവും. ഇവിടെ ആകുമ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ഭയങ്കര കുറവായിരുന്നു. അതിൻ്റേതായ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റേതായ ഗുണം. ഓക്കെ, ട്രാവൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാം, അതിൻ്റെ കംഫർട്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ട് സോണിന് വെളിയിൽ പോകേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കംഫർട്ട് സോണിന് വെളിയിൽ പോകുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് എൻ്റേതായ പേഴ്സണൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെയാണ്. പിന്നെ ഉള്ളതാണ്, ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. എൻ്റെ ക്ലാസ്സിൽ സുവോളജി ചെയ്തിട്ട് വന്ന കുട്ടികളുണ്ട്, സോഷ്യോളജി പഠിച്ച ആൾക്കാരുണ്ട് ഡിഗ്രിക്ക്, അതേപോലെ തന്നെ എക്കണോമിക്സ് പഠിച്ചവർ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പഠിച്ച ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, ഇംഗ്ലീഷ് പഠിച്ചവർ, മാത്സ് പഠിച്ചവരുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഈ നോൺ മാനേജ്മെൻറ്റ് കോഴ്സസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കമ്പാരിറ്റീവ്ലി ടഫായിരിക്കും. ബിക്കോസ് ഞാൻ ഇപ്പോൾ സിലബസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സിലബസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സിലബസ് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് ഫസ്റ്റ് സെമ്മിലാകുമ്പോൾ അക്കൗണ്ട്സ് വരും, എക്കണോമിക്സ് വരും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരും. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറാണ്. അത് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇത് വരും. ബിസിനസ് ലെവലിലുള്ള മാത്സ് അതിനകത്ത് ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ BCom +2 പഠിച്ച അക്കൗണ്ട്സിൻ്റെ ബേസിസ് അറിയാതെ MBAയിൽ വരുമ്പോൾ ആ ഒരു എന്താണ് പറയുക, ക്രെഡിറ്റ്, ഡെബിറ്റ്, അതേപോലെ അങ്ങനെയുള്ള അക്കൗണ്ട്സിൽ വരുന്ന ഇതുണ്ടല്ലോ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അക്കൗണ്ട്സ് പഠിക്കാത്തൊരു വിദ്യാർത്ഥിക്ക് അത് കമ്പാരിറ്റീവ്ലി ടഫായിരിക്കും. എനിക്ക് നല്ല ടഫായിരുന്നു കേട്ടോ. എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. BCom പഠിച്ച ക്ലാസ്മേറ്റ്സ് അവരൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരാം. അപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അക്കൗണ്ട്സിന് ആരുടെയും ട്യൂഷൻസിന് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞ് BCom BBA പഠിച്ച ഒരാൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഇതെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയുന്ന കാര്യമല്ല. നിങ്ങൾക്കിപ്പം ചിലർക്ക് ഗ്രാസ്പിംഗ് പവർ കൂടുതലായിരിക്കും. ചിലർ +1 കൊമേഴ്സൊക്കെ പഠിച്ചവർ പിന്നെ വേറെ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് പിന്നെ ഇതിൽ വരുമ്പോൾ അപ്പോഴും ജസ്റ്റ് അതിൻ്റെ ബേസ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ 75-ലാണ് എക്സാം. ഓരോ പേപ്പറും 75 മാർക്സിലാണ് നിങ്ങൾക്ക് വരുന്നത്. ഈ 75 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കാനുള്ളതാണ്. ഈ 75 മാർക്കിൽ 35 മാർക്കും അതിൽ കൂടുതലും വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. 35 അല്ല, 38 മാർക്കും അതിൽ കൂടുതൽ, അതായത് ആകെ മാർക്കിൻ്റെ 50% കൂടുതൽ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. ഡിഗ്രിക്ക് അങ്ങനെയല്ല. ഡിഗ്രിക്ക് 28 മാർക്ക് മേടിച്ചാൽ പാസ്സാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആകെ മാർക്കിൻ്റെ 50% നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. അതായത് 38 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറൊക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. PGക്ക് ഒരു കേസ് സ്റ്റഡി, ഫൈനൽ ഒരു കേസ് സ്റ്റഡി കമ്പൽസറി ക്വസ്റ്റ്യൻ വരും. പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. അത് കഴിഞ്ഞിട്ട് 10 മാർക്കിൻ്റെ 3 ആൻസർ ചെയ്യാൻ. വളരെ കുറച്ച് ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. വലിയ ടോപ്പിക്കിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്റ്റീവായിട്ടേ ചോദിക്കുകയുള്ളൂ. അതില്ല, ചിലപ്പോൾ ലാസ്റ്റ് ഇയറിൽ നിന്ന് അതേപോലെ വരുമോ അല്ലെങ്കിൽ ഈ ഇയറിൽ നിന്ന് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരുടെ ഒരു ഇതുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ
വരും. അതൊക്കെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ്, ചില കോളേജുകളിൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് തരും. എൻ്റെ കോളേജിലെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചത് ഇവിടെ മർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കോളേജിൽ ഓരോ സെമ്മിലും ഞങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്, അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് കൂട്ടാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, റെസ്യൂമി ബിൽഡ് ചെയ്യാനുള്ള ടെക്നിക്സ്, പിന്നെ പിന്നെന്താണ് പിന്നെ എക്സൽ സർട്ടിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സൽ സർട്ടിഫിക്കേഷൻ. പിന്നെ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് പ്രിപ്പയർ ചെയ്യണം, അതായത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഈ 75 മാർക്ക് എന്ന് പറയുന്നത് മൊത്തം 100ലാണ് വാല്യുവേഷൻ. ഇതിൽ ബാക്കി വരുന്ന 25 മാർക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്, സി മാർക്ക്. ആ 25 മാർക്ക് അവരവർക്ക് അത് ഗവൺമെൻറ് ബോർഡ് റെഗുലേഷനിലാണോ എന്നെനിക്കറിയില്ല. ഞങ്ങളുടെ മാർക്കിംഗ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രോജക്റ്റ്, അത് ഒരു മാർക്ക്. പ്രസൻറ്റേഷന് മാർക്കുണ്ട്. ഈച്ച് പ്രൊഫസർ വിൽ ടേക്ക് അവർ അറ്റൻഡൻസ്. അപ്പം അതിനനുസരിച്ച് അവരുടെ ക്ലാസ്സിൽ, ഇപ്പം അവരുടെ ക്ലാസ്സിൽ നമ്മൾ ആബ്സെൻ്റ് ആണ് എങ്കിൽ അപ്പോൾ ആ ടീച്ചർ നമുക്ക് അത്ര അറ്റൻഡൻസ് തരില്ല. മനസ്സിലായില്ലേ? ഓരോ ടീച്ചേഴ്സും അറ്റൻഡൻസ് എടുക്കും. അപ്പോൾ ആ അറ്റൻഡൻസിൻ്റെ മാർക്ക്, പിന്നെ ഓവറോൾ പെർഫോമൻസ്, അങ്ങനെയൊക്കെ അങ്ങനെ ഒരു 4-5 എണ്ണം നോക്കിയിട്ടാണ് അവർ മാർക്ക് നമുക്ക് തരുന്നത്. അത് അവരുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് എവല്യൂഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ആ സി മാർക്ക്, മാക്സിമം സി മാർക്ക്. പിന്നെ ഇത് നിങ്ങളുടെ ഇൻറ്റേർണൽ എക്സാംസിൻ്റെ മാർക്ക്, അത് വിട്ടുപോയി. ഇൻറ്റേർണൽ എക്സാംസിൻ്റെ മാർക്ക് അതും അവർ നോക്കിയിട്ട് ഒരു ക്യുമുലേറ്റീവ് മാർക്ക് എടുത്തിട്ട് ഇത്രയിൽ നിങ്ങൾക്ക് അങ്ങനെ മൊത്തത്തിൽ 25-ലൊരു മാർക്ക് നിങ്ങൾക്ക് തരും. അത് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫൈനലി നിങ്ങളുടെ ഇത് വരുമ്പോഴത്തേക്കും അതിലൊരു മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കിതിൽ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയേനെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഈ ഒരു ഇതിലെനിക്ക് പറയാനുള്ളത്. പിന്നെ കോളേജസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്താ പറയുക, ചിലർ കോളേജസിന് ഒരുപാട് കുറ്റം പറയുന്നവരുണ്ടാവും. അവർക്ക് കാര്യമായ എക്സ്പീരിയൻസ് ഒന്നും ആ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലത് ഒറിജിനലി അവർക്ക് അങ്ങനെ തോന്നിയിട്ട് പറയുന്നതായിരിക്കാം. പിന്നെ കുറേയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇടേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും ഇൻ ദ സെൻസ്, നിങ്ങൾ കുറേ ഇൻപുട്ട് കൊടുക്കണം, എന്നാലേ കുറേ ഇൻപുട്ട് തിരിച്ചു കിട്ടും. എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യാമെന്ന് ഇന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിൽ പോയി ദയവ് ചെയ്ത് MBA പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആരും, MBA മാത്രമല്ല ഏത് PG കോഴ്സ് പഠിക്കാൻ പോകുന്ന ആൾക്കാരായാലും എല്ലാം ടീച്ചേഴ്സ് സ്പൂൺ ഫീഡ് ചെയ്ത് തരും നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾക്ക് അത്യാവശ്യം നോട്ട്സൊക്കെ തരും കേട്ടോ, നോട്ട്സും കാര്യങ്ങളും ഒക്കെ തരും. അത് ടീച്ചേഴ്സ് ടു ടീച്ചേഴ്സ്, കോളേജസ് ടു കോളേജസ് അത് മാറും. ചില ടീച്ചേഴ്സ് ഔട്ട്ലൈൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പോവും, ബാക്കി നിങ്ങളായിരിക്കും ചെയ്യേണ്ടത്. ചിലർ ഫുൾ PPT പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ട് തരും. ഇത് ടീച്ചേഴ്സ് കോളേജസ് ടു കോളേജസ് അത് മാറും. നോട്ട്സൊക്കെ കൃത്യമായിട്ടൊരു ബുക്ക് അങ്ങനെയുള്ള പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്ന് ഉള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുക. എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല, ആവശ്യത്തിന് ഉള്ളത് കൃത്യമായിട്ട് നോക്കി പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. കോളേജസ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള കോളേജസ് നോക്കി സെലക്ട് ചെയ്യുക. വെറുതെ ഒരു ഡിഗ്രി മതിയെന്നാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം, ബേസ്ഡ് ഓൺ യുവർ ചോയ്സ്. പിന്നെ ഇറ്റ്സ് നോട്ട് ആൻ ഓർഡിനറി കോഴ്സ്. ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ എല്ലാ ബഹുമാനവും കൊടുത്തു മാത്രമേ ഈ കോഴ്സ് പഠിക്കാവൂ. ഇതാണ് ആക്ച്വലി പഠിക്കാനുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ലാംഗ്വേജിൽ ഡിഗ്രി എനിക്ക് വളരെയധികം ഗുണം മാത്രമേ MBA പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെനിക്ക് ആ ഗുണം അതെനിക്ക് ഫസ്റ്റ് സെം തൊട്ട് എനിക്ക് പ്രസൻറ്റേഷനിലായാലും ഒക്കെ എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. സെയിം ടൈം BCom അക്കൗണ്ട്സോ ഒന്നും ഞാൻ +2 പോലും ഞാൻ സയൻസാണ് പഠിച്ചത് +2. അപ്പോൾ അത് പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് എക്സാംസിൻ്റെ കാര്യത്തിലായാലും അക്കൗണ്ട്സ് അങ്ങനെയുള്ള സബ്ജക്റ്റിലായാലും എനിക്ക് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെക്കൻഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നു
ഞാൻ 2 2 MBA എടുത്തിട്ടുണ്ട്. 2 MBA ഉണ്ട് എനിക്ക്. മാർക്കറ്റിംഗ് ആൻഡ് HR രണ്ടിലും MBA ഞാൻ ഒരുമിച്ചാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ അക്കൗണ്ട്സ് അത് മാറ്റിയിട്ട് മാർക്കറ്റിംഗ് HR മാത്രം പഠിച്ചാൽ മതി. അത് ഫുൾ തിയറി പേപ്പേഴ്സാണ്. ഇപ്പോഴത്തെ ഇത് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് തൊട്ടേ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ വന്നതിന് ശേഷം ഞാനത് പറയാം. ജസ്റ്റ് ഇപ്പോൾ അഡ്മിഷൻ്റെ ഒരു ഇതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്. വേറൊരു ഡിഗ്രി പഠിച്ചിട്ട് MBA പഠിക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഐ തിങ്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. എനിക്ക് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇങ്ങനെ സംസാരിക്കാൻ വളരെ വളരെ ഇഷ്ടമാണ്. So keep in touch with me. So for any queries, just DM me on Instagram, or you can actually put on YouTube comment section. വളരെ ക്ലാരിറ്റി ഉള്ള വളരെ ലൈറ്റിംഗ് ഉള്ള ഒരു വീഡിയോ ഒന്നും ആയിരിക്കില്ല. എൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നതാണ്, എനിക്കൊരു ക്യാമറയുള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ, ഈവൻ ഇഫ് യു ഗൈസ് ആർ ഫൈൻഡിങ് ഇറ്റ് ഇൻഫോർമേറ്റീവ്, please give me your valuable comments and in the comment section, and also give your what are the things that I should improve in my communication and also in my presentation, and what are the things that you guys want to know from me. That's it. So watch all the vlogs that I am posting. It's all funny vlogs, just like keeping my memories. So thank you so much for watching my video. For more videos, subscribe to my channel and keep in touch with me. This is yours truly, Arjun, signing off.